എല്ലാ കൂട്ടുകാർക്കും അച്ചൂസ് ഫ്ലേവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ പുലാവ് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനൊക്കെ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ്. പിന്നെ കൂടാണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, തീരെ ചെറിയ ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫിൻ്റെ ഒരു പകുതി ഭാഗം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ പൊടിയായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 5 അല്ലെങ്കിൽ 6 വെളുത്തുള്ളിയും ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഒരു സവോള ചേർത്ത് കൊടുക്കുക. സവോള ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി, അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി എടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഒരു ക്യാരറ്റ് ഇതേപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ബീൻസ് കൂടെ ഒരു 4 അല്ലെങ്കിൽ 5 ബീൻസ് ഇതേപോലെ മുറിച്ചത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയം തന്നെ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികളിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊരു 3 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് സോട്ട് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് സോട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ വേഗം ഒന്ന് ഇതായി കിട്ടും. ഒത്തിരി ഒന്നും കുക്കായി പോകണ്ട വെജിറ്റബിൾസ് ഒന്നും. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പുലാവിൻ്റെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടാറുണ്ട് മസാല, അത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഒരു വെജിറ്റബിൾ മസാലയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾ മസാലയും പുലാവ് മസാലയും ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മസാല എല്ലാം റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ജീര റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു 80% വേവിച്ചെടുത്ത റൈസാണ്. ഒരു 3 കപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം
നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെയാണെങ്കിലും ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അച്ചാർ തൈരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.